നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളം ഒരു കുഞ്ഞുത്തര കൊറിയാക്കാനുള്ള ശ്രമമൊക്കെ ആരൊക്കെയോ നടത്തി. പക്ഷെ ശ്രമം പാളി. സംഭവം മറ്റൊന്നുമല്ല, വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടം സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഈ പറഞ്ഞത് മറ്റാരോടുമല്ല, കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാരോട്. ദുരിതബാധിത പ്രദേശത്ത് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പഠനം നടത്തണമെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് മുൻകൂർ അനുവാദം വേണമെന്നും ടിങ്കു ബിസ്വാളിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഈ നിർദ്ദേശങ്ങൾ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന് കൈമാറി. അതായത് സർക്കാരിനെ വെള്ളപൂശാൻ നിയുക്തരായ ഉദ്യോഗസ്ഥർ മാത്രം സംസാരിക്കും. ശാസ്ത്രജ്ഞരും ഗവേഷകരും മിണ്ടാതിരിക്കണം. ഡാം തുറന്ന് ആളെ കൊന്ന സർക്കാരിന്റെ പിടിപ്പുകേടുകൾ കഴിഞ്ഞ തവണ പുറത്തു വന്നതുപോലെ ഇത്തവണ പുറത്തു വരാതിരിക്കാനാണ് ശാസ്ത്ര സമൂഹത്തിന്റെ വായ്മൂടി കെട്ടുന്നതെന്ന് വ്യാപകമായ പ്രചാരണം ഉണ്ടായി. കൂടാതെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ സാധ്യതയുണ്ടെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന വിമർശനവും ശക്തമായി. ഇതോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരവ് പിൻവലിച്ചു. ഉത്തരവ് പിൻവലിച്ചതായി ചീഫ് സെക്രട്ടറി വി വേണു ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയും ചെയ്തു. വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയവും തെറ്റായതുമായ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ചില ആളുകൾ പ്രകടിപ്പിക്കുന്നതായി കണ്ടു. ഇത് ജനങ്ങൾക്കിടയിൽ ആശങ്കയും ഭീതിയും പരത്തുന്നതായി അറിയുവാൻ കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ അനാവശ്യവും അശാസ്ത്രീയവുമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അനിവാര്യമാവുകയും ഇതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറി ദുരന്ത നിവാരണം ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കുറിപ്പ് നൽകുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ശാസ്ത്ര സമൂഹത്തെ പഠനങ്ങൾ നടത്തുന്നതിൽ നിന്നോ ശാസ്ത്രീയവും വാസ്തവവുമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതിൽ നിന്നോ തടയുക എന്ന ഉദ്ദേശത്തോടെ അല്ല ഈ കുറിപ്പ് അയച്ചതെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ വിഷമഘട്ടത്തിൽ സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ വ്യക്തികൾ പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാൻ ഇടയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന ശാസ്ത്രീയ പഠനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടാതെ പുതിയ വിജ്ഞാപനവും ഗവേഷണവും എല്ലാം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും അതിലൂടെ അപകടങ്ങൾ തടയാനും മറ്റുമുള്ള നൂതന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും സഹായകമാവും. അതേസമയം ഈ ദുരന്തത്തിന്റെ ഇടയിൽ രക്ഷാപ്രവർത്തനം, വീണ്ടെടുക്കൽ, പുനരധിവാസം എന്നിവയിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കുക അനിവാര്യമാണ്. പ്രസ്താവനകളുടെയോ അഭിപ്രായങ്ങളുടെയോ തെറ്റായ വ്യാഖ്യാനം കാരണം പരിഭ്രാന്തി സൃഷ്ടിക്കപ്പെടാതിരിക്കുകയും ചെയ്യേണ്ടതും പ്രധാനമാണ്. എന്നാൽ ഈ ഉദ്ദേശം കൃത്യമായി അറിയിക്കുന്നില്ല, വ്യക്തമാക്കുന്നില്ല എന്നതുകൊണ്ട് മേൽ സൂചിപ്പിച്ച കുറിപ്പ് അടിയന്തരമായി പിൻവലിക്കുന്നു എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്കിലെ കുറിപ്പ്. ഈ കുറിപ്പിന് താഴെയും വിമർശനങ്ങൾ വന്നു. അതിൽ ശ്രദ്ധേയമായ ഒന്ന് 1986 പത്രത്തിൽ വന്നൊരു ലേഖനമാണ്. ചൂരൽ മലയെ രക്ഷിക്കണം എന്ന തലക്കെട്ടോടുകൂടി മാറി മാറി ഭരിച്ച ഇടതും വലതും ഇത്രയും കാലം കണ്ടില്ലെന്ന് നടിച്ച ഒന്ന്. വെറുതെ അല്ല ശാസ്ത്ര പഠനങ്ങൾ വേണ്ട എന്ന ഉത്തരവ് വന്നതിന്റെ ഗുട്ടൻസ്. ഈ ആളുകൾ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുമെന്നേ. പഠനം നടത്തിയാലല്ലേ പ്രശ്നമുള്ളൂ, അതങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക, അത്രയേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.